ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പാൽപ്പാടയിൽ നിന്ന് എങ്ങനെ നെയ്യ് എടുക്കാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ 2 വീക്സിൽ എടുത്തു വെച്ച പാൽപ്പാടയാണ്. 1.5 ലിറ്റർ പാൽ മേടിക്കുന്നുണ്ട്. അപ്പോൾ 2 വീക്സും കൊണ്ട് എടുത്തു വെച്ച പാൽപ്പാടയാണ് കേട്ടോ ഇത്. ഇനി ഇത് നമ്മൾ മിക്സീൻ്റെ ജ്യൂസ് ജാറല്ല, ചെറിയ ജാറുമല്ല, എൻ്റെ മിഡിലെ ജാറില്ലേ, അതിലാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഫ്രീസറിൽ കുറച്ച് നേരം, രാവിലെ ഇപ്പം നമ്മൾ ഇന്ന് പാൽപ്പാടി അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഫ്രീസറിൽ വെള്ളം വെക്കും. അത് കണ്ടോ, കുറച്ച് ഐസായി, പക്ഷേ വെള്ളമാണ് കണ്ടോ. അങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. ഫ്രീസറിൽ വെക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നെയ്യ് പെട്ടെന്ന് കൂടി കിട്ടും. ഇത് പാൽപ്പാടി ആണെങ്കിലും ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അന്ന് അടിക്കുന്ന ആ ദിവസം രാവിലെ എടുത്ത് പുറത്ത് വെക്കും. അന്ന് ദിവസം രാവിലെ കുറച്ച് വെള്ളം ഇതുപോലെ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കും. ഏകദേശം ഒരു 2-3 hours കഴിയുമ്പോൾ ആ വെള്ളം എടുത്ത് ആ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഇനി നമ്മളിത് കണ്ടോ, ഇതുപോലെ ചെറിയൊരു തവി എടുത്തിട്ട് ഈ പാൽപ്പാട മിക്സിയിലേക്ക് ഇടാം. പാൽപ്പാടയൊക്കെ ലൂസായിട്ടുണ്ട്. ഫ്രീസറിൽ ഇരിക്കുമ്പോൾ ഇത് കട്ടിയായിട്ടല്ലേ ഇരിക്കുക. ഇതിങ്ങനെ മിക്സിയിലേക്ക് ഇടാം. ഈ മിഡിൽ ജാറിലേക്കാട്ടോ ഇടേണ്ടത്. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈസി ആട്ടോ നമുക്ക് പാൽപ്പാട ഉണ്ടാക്കാൻ. പിള്ളേർക്കൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുന്ന പാൽപ്പാട എടുക്കുമ്പോൾ ഗീ എടുക്കുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. ഇതുപോലെ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇത് കണ്ടോ, പാൽപ്പാട അടിച്ചപ്പോൾ കുറേയൊക്കെ നെയ്യായിട്ട് ഉരുണ്ടുകൂടി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ വെച്ച വെള്ളമല്ലേ എടുത്ത്, അപ്പോൾ പെട്ടെന്ന് ഉരുണ്ടുകൂടി കിട്ടും. എന്നിട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നോക്കണേ. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കണം. അപ്പോൾ നല്ലോണം ഉരുണ്ട് കിട്ടും. ഇത് കണ്ടോ, ഇപ്പോൾ നല്ലോണം ഇത് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു എന്താ പറയുക, ഒരു വട്ടപാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു ചെറിയ അലുമിനിയത്തിൻ്റെ ഉരുളിയിലോട്ടാണ് ഇത് ഒഴിക്കുന്നത്. നോക്കിക്കേ, കണ്ടില്ലേ, നല്ല അടിപൊളി വെണ്ണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് വെണ്ണ കഴിക്കാനും നല്ലതാണ്. ഇഷ്ടമുള്ളവർക്ക് വെണ്ണ കഴിക്കാം, അല്ലെങ്കിൽ ഇത് ഉരുക്കി നമുക്ക് നെയ്യാക്കി എടുത്ത് വെച്ച് സൂക്ഷിക്കാം. ഇനി ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ട് അടിക്കാൻ പോവുകയാണേ. കുറച്ചും കൂടെ നമുക്ക് മിക്സിയിലോട്ടേക്ക് ഇടാം. ഇത് കണ്ടോ, ഇത് വെറും പാൽപ്പാട മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല ഇതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അടിച്ചാൽ മാത്രം മതി. നമുക്ക് നല്ല നെയ്യ് കിട്ടും. നെയ്യിനൊക്കെ എന്താ വില, ഒരു കിലോയ്ക്ക് 1000 രൂപയോ 1200 രൂപയോ അങ്ങനെ എന്തൊക്കെയല്ലേ. ഇത് നമുക്ക് ഈസി ആയിട്ട് അടിപൊളി നെയ്യ് ഉണ്ടാക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ നെയ്യെല്ലാം എടുത്ത് കഴിഞ്ഞ് ഇനി ഈ നെയ്യ് എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഫ്രീസറിലുണ്ടായിരുന്ന വെള്ളമില്ലേ, അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. എവിടെ നമുക്കൊരു വൃത്തിയോടൊന്നും ആവത്തില്ല കേട്ടോ. നമ്മുടെ കയ്യിലും ആക്കണ്ട, എവിടെ ഒന്നും ആക്കണ്ടതാ. നമ്മുടെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സമാധാനമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ നെയ്യ് എടുക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് കയ്യിലാക്കേണ്ട കാര്യം വരുന്നില്ല. ഇത് നമുക്ക് എന്താ പറയുക, ഇതിലോട്ടാണല്ലോ വെണ്ണ ഇട്ടത്, അതൊരു തവി കൊണ്ട് എടുത്ത് ഇതിലോട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നമുക്കൊരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഞാൻ ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലെ നെയ്യ് എടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം 5-6 പശുവൊക്കെ ഉണ്ട്. അപ്പോൾ പശുവിൻ്റെ എന്താ ചെയ്യുക വെച്ചാൽ പിറന്ന് ഇത് ഉറയൊഴിച്ച്, അന്നേരം പാൽപ്പാടയല്ല, മൊത്തം പാലാണ് ഉറയൊഴിക്കുന്നത്. എന്നിട്ട് കടകോൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലൊരു മോർണിംഗ് ടൈമിൽ ഇങ്ങനെ കടകോല് വെച്ചിട്ട് അതിങ്ങനെ ഇളക്കി എടുക്കണം. റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമുക്ക് വളരെ ഈസിയാണ് ഈ സംഭവം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ എടുത്ത വെണ്ണ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുകി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ചില്ല് കൊപ്പിയിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ, സൂക്ഷിച്ച് വെക്കാനും നെയ്യിട്ട് വെക്കുന്നതിന് ഏറ്റവും നല്ലത് ചില്ല് കുപ്പിയാണ് കേട്ടോ. നമ്മുടെ വെണ്ണയൊക്കെ ഉരുകി നെയ്യായി തുടങ്ങിയേ. അപ്പോൾ അതാ ഞാൻ നെയ്യ് ഉരുക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നെയ്യ് ഉരുക്കി കുപ്പിയിലാക്കി വെക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ ഒരുപാട് നാൾ ഇത് സൂക്ഷിച്ച് വെക്കാം, നമുക്ക് നാശാവാണ്ട്. ഇത് നല്ല അടിപൊളി സാധനമാണ്, മായയില്ല, നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ പ്യുവറായിട്ട് എടുത്ത് വെച്ചൊരു നെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.